വാ പോവാം. കിട്ടിയോ? ആ കാശ് കൊടുത്തോ? ആ നീ സ്ലോ ആണല്ലോ. ശരിയാണല്ലോ. വേഗം വിട്ടൂടെ? ഒന്ന് വേഗം വിടുന്നുണ്ടോ? ഡ്യൂട്ടി നമ്മൾ എങ്ങോട്ടാ പോകുന്നേ? അതൊക്കെ ഉണ്ട്. മാപ്പ് പറഞ്ഞ പോലെ. സ്ട്രൈറ്റ് സ്ട്രൈറ്റ് റൈറ്റ് റൈറ്റ് റൈറ്റ്. ഇതുവഴി ഇതുവഴി ഇതുവഴി. ആ കാണുന്ന വഴി. ഡ്യൂട്ടി റൈറ്റ് റൈറ്റ് റൈറ്റ്. ഇതന്നെ. പതുക്കെ പോ. വാ വേഗം വാ. സമയങ്ങളില്ല വേഗം വാ. ഞാൻ തിരിച്ചു പോവാ. ഇവിടെ ഒന്നും ശരിയാവത്തില്ല. ഓ ഇവൻ വരാൻ. ഇവിടെ തന്നെ മതി. എങ്ങോട്ടായി കൊണ്ടുപോകുന്നേ? വെയിറ്റ് വെയിറ്റ് നിക്ക്. ഹലോ. ഇങ്ങേരാരാ? ദേവു? ടാറ്റൂ പാർലർ. യൂറി. ഇവളാരാ? റഷ്യൻ മാഫിയ. Your directions were very clear. I see. Is this your man? Gotham. What's up? നീയും റഷ്യൻ മാഫിയായിട്ട് എന്തടി ബന്ധം? ഹാർട്ട്, ലങ്സ്, ഓർഗൻസ് ഒക്കെ ഉണ്ട്. സത്യം പറടി, നീ എന്തിനാ ഇവനെ ഇങ്ങോട്ട് കൊണ്ടുവന്നേ? യൂറി 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 ഞങ്ങൾക്ക് വേണ്ടി ഒരു കപ്പിൾ ടാറ്റു ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. കപ്പിൾ ടാറ്റു? ഇവിടെ പിടിച്ചു മാറ്റിക്കേ. എനിക്ക് ഇവന് മാച്ചിങ് ആയിട്ട് ഇതേപോലത്തെ കപ്പിൾ ടാറ്റു. കപ്പിൾ ടാറ്റു. I'm sorry, guys. How can I make it up to you? ഞാനെന്തീ പറയുന്നേ? What do you want? Gun, weapon, anything. Just tell me. പുള്ളിക്കാരന് നല്ല വിഷമമുണ്ടെന്ന് തോന്നുന്നു. തോക്കൊക്കെ തരാന്ന്. തോക്കോ? നീ എന്ത് കണ്ടിട്ടാ ബോധം കിട്ടുന്നു പറഞ്ഞേ? സൂചി. സൂചി. എനിക്ക് പണ്ടേ സൂചി ഭയങ്കര പേടിയാ. അങ്ങനെ റോക്ക് സ്റ്റാർ ഗൗതം സൂചിമോൻ എന്ന പേരിലും ദേവിക ടാറ്റുമോൾ എന്ന പേരിലും അറിയപ്പെടാൻ തുടങ്ങി. ഒരു സൂചി കുത്തിയ വേദന. ഇനിയുള്ള യാത്ര അത്ര സുഖകരമായിരിക്കില്ല എന്ന് മനസ്സിലാക്കിയ ടാറ്റുമോൾ കലിപ്പിലായി. ടാറ്റുമോൾ, സൂചിമോൻ, എന്ത് പറ്റി ഞങ്ങളുടെ കൂടെ വരാൻ? ഇനി കപ്പിൾ ടാറ്റു പോലത്തെ വിചിത്രാചാരങ്ങളൊന്നും ബാക്കിയില്ലേ? ഞാൻ അറിയാത്ത വേറെ വല്ല പേടിയുണ്ടോ? പാറ്റാപ്പല്ലി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ പറയണം. അല്ലാതെ ഈ മൂളിലും ചീറ്റിലും കേട്ട് ഊഹിച്ചെടുക്കാനുള്ള കഴിവൊന്നും എനിക്കില്ല. ഇതിന്റെ 21 ഗിയറുണ്ട്. ലവ്ലി, വാട്ട് ആർ യു ഡൂയിങ്? സാരി എടുത്തിട്ടാണോ സൈക്കിൾ ചവിട്ടുന്നത്? കാട്ടിലും കോഴിയുണ്ട് സാറേ. ഞാൻ MG യൂണിവേഴ്സിറ്റി സൈക്ലിംഗ് ചാമ്പ്യൻ ആണ് 2002. ഇതെന്തെങ്ങനെ? ഇത് പുതിയ മോഡലാണെന്ന് തോന്നുന്നു. നോക്ക്, എന്റെ ചേട്ടൻ. ഭയങ്കര ലുക്കാണല്ലോ. അതെ, ഏട്ടനൊരു പഠിപ്പിച്ചായിരുന്നു. പക്ക ബുജ്ജി. 10th കഴിഞ്ഞപ്പോൾ തന്നെ ഏട്ടൻ തീരുമാനിച്ചിരുന്നു IIT എഞ്ചിനീയറിംഗ്, IIM MBA, ഏതെങ്കിലും ഒരു ലീഡിംഗ് ഇന്റർനാഷണൽ കമ്പനി 2 വർഷം ജോലി. പിന്നെ അതൊക്കെ ക്വിറ്റ് ചെയ്ത് സ്വന്തമായി ഒരു കമ്പനി തുടങ്ങുന്നു. എന്നിട്ട് കഴിഞ്ഞ മാസം ഏട്ടൻ്റെ കമ്പനിയുടെ 1 year സക്സസ് പാർട്ടി ആയിരുന്നു. എൻ്റെ ഈ പ്രായത്തിൽ തന്നെ ഏട്ടനറിയായിരുന്നു അടുത്ത 10 വർഷത്തേക്ക് എന്താ വേണ്ടതെന്ന്. എനിക്കാണെങ്കിൽ അടുത്ത സെമിസ്റ്ററിൽ ഇത് എലക്ടീവ് എടുക്കേണ്ടതെന്ന് പോലും അറിഞ്ഞൂടാ.
സ്റ്റോപ്പ് സ്റ്റോപ്പ് സ്റ്റോപ്പ്. എന്റെ ബ്രേക്കിന് എന്തോ പറ്റി. ആ ബ്രേക്ക് ബ്രേക്കിന് ബ്രേക്ക്. എന്ത് പറ്റിയെന്നോ? നിനക്ക് സൂചി പേടിയാണെന്ന് അവളോടങ്ങ് പറഞ്ഞ പോരായിരുന്നു. എന്തേ പറയാൻ പറ്റില്ലേ? എടാ ഈ എന്നെ കണ്ട നിനക്ക് തോന്നുന്നുണ്ടോ എനിക്ക് സൂചി പേടിയാണെന്ന്? അപ്പൊ അല്ലേ? ആണ്. എന്നാ പിന്നെ വാ തോന്നു പറഞ്ഞുകൂടാ ടാറ്റു പിടിക്കാൻ താല്പര്യം. എടാ ഇത് നീ വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പമൊന്നും അല്ല. ഒരു ഗേൾ ഫ്രണ്ട് ആകുമ്പോഴേ നിനക്കതൊക്കെ മനസ്സിലാവത്തുള്ളൂ. ഓ 5 മിനിറ്റ് വെറുതെ ഇരിക്കാൻ സമ്മതിക്കത്തില്ല, അപ്പോഴത്തേക്കും തുടങ്ങിക്കോളും. പ്രാക്ടീസ് ചെയ്യുമെന്നും പറഞ്ഞോണ്ട് ഇവന്റെ പറച്ചിലെടുത്തൊന്നും ആ നാട്ടിലെ ആൾക്കാരെ മുഴുവൻ ഞങ്ങളുടെ പാട്ട് കേൾക്കാൻ വേണ്ടി അവിടെ ക്യൂ നിൽക്കുവാണെന്ന്. സത്യം പറയടാ, നിനക്കിഷ്ടമാണോ ഞങ്ങളുടെ പാട്ട്? സത്യം പറയണോ? ആ പെറ്റ തള്ള സഹിക്കത്തില്ല. എടാ ഈ ഹിന്ദുസ്ഥാനി മ്യൂസിക്കും ക്ലാസിക്കലും ഒക്കെ പഠിക്കണമെന്ന് എനിക്കും ആഗ്രഹമുണ്ട്. അവന്മാര് നിന്നെ കെട്ടിയിട്ടിട്ടൊന്നുമില്ലല്ലോ, നിനക്ക് വേണ്ടി നിർത്തി പോടാ. എടാ ദേവിക എന്നെ കണ്ട ടൈം മുതൽ ഞാൻ ഇങ്ങനൊക്കെയാ. റോക്ക് ബാൻഡും ക്രൗളിങ്ങും കുറെ കറുത്ത ടീഷർട്ടും കോപ്പും. പെട്ടെന്നൊരു ദിവസം എനിക്കൊന്നും ഇഷ്ടമല്ലെന്ന് പറഞ്ഞാൽ അവളെന്ന് വിചാരിക്കും. അവളെ എന്ത് വിചാരിക്കാനാടാ? ഓ പിന്നെ നിന്റെ ഈ കറുത്ത ടീഷർട്ട് വേണ്ടില്ല അവളെ ഇഷ്ടപ്പെട്ടത്. എടാ ഇത്രയും സില്ലി കാര്യങ്ങൾ പോലും തുറന്ന് സംസാരിക്കാൻ പറ്റില്ല. നീയൊക്കെ എന്നാ കോപ്പിലെ റിലേഷൻഷിപ്പിലാ. ദേവിക അവളൊരു പാവല്ലേ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതല്ലേ. അവൾക്ക് ഇതൊന്നും ഒരു ഇഷ്യൂ ആയിരിക്കത്തില്ല. നീ ഓരോന്ന് ആലോചിച്ചു വിട്ടു. നിങ്ങൾ വരുന്നില്ലേ? നീ വിട്ടോ, ഞങ്ങൾ എത്തിയേക്കാം. എടാ ഒരു കുഴപ്പമില്ലാതെ ഓടുന്ന വണ്ടിയുടെ ടയർ ഞാൻ സ്വയം കുത്തി പൊട്ടിക്കണം. എടാ ഇപ്പോഴാണ് ഒരു ടയർ മാത്രം മാറ്റിയാൽ മതി. വെച്ചോണ്ട് ഞാൻ ചിലപ്പോൾ ഈ വണ്ടിയോടെ മാറ്റേണ്ടി വരും. ടയർ മാറ്റി? എന്ത് ഈ ടയറിന് എന്താ കുഴപ്പം? ട്രൂത്ത് ഓർ ഡെയർ? ട്രൂത്ത് ഓർ ഡെയർ? ട്രൂത്ത്. അക്ഷയ്ക്ക് ഗേൾഫ്രണ്ട് ഉണ്ടായിരുന്നോ? ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ അവർക്കില്ലായിരുന്നു. തനിക്കോ? ബോയ്സ് ഫ്രണ്ട്സ് ആയിട്ട് കുറെ പേരുണ്ടായിരുന്നെങ്കിലും ബോയ് ഫ്രണ്ട് ആയിട്ട് ഒരാൾ വേണമെന്ന് ഇതുവരെ തോന്നിയിട്ടില്ല. ഇനിയും തോന്നിക്കൂടാന്നില്ലല്ലോ. സ്ഥലമെത്തി. ബാ പോവാം. എന്താ നോക്കി നിൽക്കുന്നേ? വാ. വാ. ദിയ, ദിയ, അക്ഷയ്, ട്രൂത്ത് ഓർ ഡെയർ? ഇവിടെ വെച്ചോ? പറ, ട്രൂത്ത് ഓർ ഡെയർ? ട്രൂത്ത്. ഡെയർ ചൂസ് ചെയ്യടാ, പേടിത്തൂറി. ആ ഓക്കെ. ഞാനൊരു അഡ്വഞ്ചർ സ്പോർട്ട് ചൂസ് ചെയ്യും, അത് താൻ ചെയ്യണം. പാരസൈലിംഗ്. അത് കേട്ടിട്ട് തന്നെ പേടിയാണോ? എന്താ സാധനം? ഓ എന്ത് പറഞ്ഞാലും പേടി പേടി പേടി. പേടിയില്ലാത്ത മാത്രം ചെയ്യാനാണെങ്കിൽ പിന്നെ എന്തിനാ ഡയർ എന്ന് വിളിക്കണേ? ഓക്കെ, താൻ അടുത്ത പറയുന്നത് എന്താന്ന് വെച്ചാൽ ചെയ്യാം.